വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ടിച്ചാറാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എരുമയുടെ 8-10 കാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു എരുമയുടെ കാല് നല്ലോണം വേവിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് പഴയ രീതിയിൽ, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മുട്ടിച്ചാറ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടുനോക്കാം. മുട്ടയിൽ വേവിച്ചെടുക്കാം. ഒരു വട്ടപ്പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് എല്ല് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പട്ട ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. ഏലക്കയും കുരുമുളകും ചേർത്ത് കൊടുക്കാം. മുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടി വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അടുത്തയായിട്ട് മുട്ടിയുടെ അരപ്പ് തയ്യാറാക്കാം. അതിനായി 2 തേങ്ങ എടുത്തിട്ടുണ്ട്. ചെറുജീരകം ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. തേങ്ങ, ജീരകം, കശുവണ്ടി, വെളുത്തുള്ളി, ഉള്ളി കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം അരച്ചെടുക്കാം. മുട്ടി വേവായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. ചാറ് കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മുടെ മുട്ടിച്ചാറ് റെഡി ആയിട്ടുണ്ട്. അടുത്തയായിട്ട് നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. താളിക്കാനായിട്ടുള്ള ചട്ടി ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അടുത്തയായിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. എണ്ണയും നെയ്യും ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയിലേക്ക് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുട്ടിച്ചാറ് റെഡിയായിട്ടുണ്ട്, ഇതിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മെയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിപ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന മുട്ടിച്ചാറാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഇത് ഈ ഒരു എരുമയുടെ അല്ലെന്നുണ്ടെങ്കിൽ ബീഫിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ മജ്ജയുണ്ട്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് എടുക്കണം. പുറത്തേക്ക് എടുക്കാനായിട്ട് നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നമുക്ക്, അതായത് നമ്മുടെ ഈ ഇടത്തെ കൈ കൊണ്ട് വലത്തെ കൈ കൊണ്ട് നമ്മൾ ഈ ഒരു മുട്ടി പിടിക്കുക. ഇടത്തെ കൈ കൊണ്ട് നമുക്ക് ഈ റിസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ തട്ടി കൊടുത്താൽ മതി. അപ്പോൾ തട്ടി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ താഴത്തേക്ക് വീഴും. അപ്പോൾ ഇങ്ങനെ കൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിലുള്ള മജ്ജ പുറത്തേക്ക് വരും.
അപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള മുട്ടിച്ചാറ്, അതായത് ട്രഡീഷണൽ ആയിട്ടുള്ള മുട്ടിച്ചാറാണ്. ഇതിപ്പോൾ നമ്മൾ ഇത് എറണാകുളം ഭാഗത്തൊക്കെ പണ്ട് കാലങ്ങളിൽ കല്യാണത്തിന് വെച്ചുകൊണ്ടിരുന്ന ഒരു ട്രഡീഷണൽ കറിയാണ് മുട്ടിച്ചാറ്. ചോറിൻ്റെ കോമ്പിനേഷനായിട്ടാണ് മുട്ടിച്ചാറ് കഴിക്കുന്നത്. പിന്നെ ഞാൻ ഇതിന് മുന്നേ തന്നെ ഒരു വീഡിയോ ചേർന്നായിരുന്നു. അപ്പോൾ ആ വീഡിയോക്ക് ചെറിയൊരു സൗണ്ട് ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്തേക്കണം. ഞാനൊരു വർഷം മുന്നേ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അന്ന് ചെയ്തത് പാൽക്കപ്പയായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് ബ്രെഡിൻ്റെ കൂടെ കഴിക്കാം. അതുപോലെ തന്നെ ചോറ് തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ അത്താഴൂണിന് വെച്ചുകൊണ്ടിരുന്നത്, അതായത് എറണാകുളത്തൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഒരു കറിയാണ് മുട്ടിച്ചാറ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിന്ന് ചെയ്തിരിക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ടാണ് ഞാൻ ചെയ്തേക്കണം. അപ്പോൾ അത് ഇതിന് മുന്നേ ഉള്ള വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് ക്വാണ്ടിറ്റി, അതായത് ഒരു വീട്ടിലോട്ടൊക്കെ ആവശ്യമായിട്ട് വരുന്ന 4-5 പീസ് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ടേസ്റ്റ് ആയിട്ട് മുട്ടിച്ചാറ് തയ്യാറാക്കുക എന്നുള്ളത്, അതിൻ്റെ ഒരു അളവും കാര്യങ്ങളും ഞാനത് ആ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ ഒരു 5-6 അല്ലെങ്കിൽ 4-5 പീസ് വരുന്നതിൻ്റെ എത്ര തൂക്കം വരുന്നുള്ളതും, അതുപോലെ ഇന്ന് ചെയ്തതിൻ്റെ എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതും ഞാൻ വീഡിയോൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടിച്ചാറാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.